ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ബാങ്ക് സിമുലേറ്റർ. അപ്പം യാതൊന്നും പറയാതെ നമുക്ക് നേരെ വീഡിയോയിൽ പോവാം. അപ്പം ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഹൈ ക്വാളിറ്റി ഇടാം. ഇതിൻ്റെ പ്ലേയേഴ്സ് ഗസ്റ്റ് മതി. 8 മണി കിട്ടും വിചാരിച്ചിട്ടാ ഗസ്റ്റായി പ്ലേ ചെയ്യണേ. ബ്രദേഴ്സ് ബാങ്ക്, അത് നല്ല പേരാണോ ഗൈസ്? നിങ്ങളെ നല്ല പേരല്ലേ? മാറ്റിട്ടാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേ. പക്ഷെ ബ്രദേഴ്സ് വേണം കേട്ടോ. ബ്രദേഴ്സ് ബാങ്ക് മതി തൽക്കാലം. നിങ്ങൾ കമൻറ്റ് ചെയ്യണ്ട. ബ്രദർ എസ് ഇരട്ടെ. ഓ, സ്പേസ് ആയിരുന്നു. ഒന്ന് ടൈപ്പ് ചെയ്യാം. ക്യാപിറ്റൽ ഫുള്ളും ഇനി സ്പേസ് കൊടുക്കാം. ബാങ്ക് ഗൈസ് ടൈപ്പ് ആവണില്ല. തൽക്കാലം ബ്രദേഴ്സ് മതി എന്നാ. ഓക്കെ ഫോളോ ദ ഒബ്ജക്റ്റീവ്, ഗെയിൻ XP ആൻഡ് ലെവൽ അപ്പ് ഫാസ്റ്റർ. യൂസ് ജോയ്സ്റ്റിക്ക് ടു മൂവ് അറൗണ്ട്. ഓക്കെ, യൂസ് റൈറ്റ് തമ്പ് ടു ലുക്ക് അറൗണ്ട്. ഓക്കെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കാം. ഗൈസ് നല്ല പൈസ നമ്മുടെ കയ്യിൽ. 5002 രൂപയാണ്. 5000 അല്ല, നല്ല പൈസ. 5,02,000 അറിയില്ല. അപ്പം അല്ല, 5,02,000. ഇവിടുത്തെ ഗാർബേജസ് ആദ്യം എടുക്കട്ടെ. ദൂരത്തിന് കാണില്ല, പക്ഷേ അത് കഷ്ടമായി. ലെവൽ 2. ഓക്കെ, ഇവിടെ കാളയാണ്. അയാൾക്കല്ലേ വൃത്തിയാക്കി കൂടെ? എന്നിട്ട് നമുക്ക് തന്നൂടെ? ഇത് 5002 നല്ല പൈസ കൊടുക്കണം ഞങ്ങൾക്ക് ബാക്കിൽ. ഞാൻ മോപ്പ് എടുക്കാം. ഇവിടെ അടിച്ചു വരട്ടെ, അല്ലെ തുടക്കട്ടെ. ഇത് നല്ല കഷ്ടം കേട്ടോ. സാധാരണ ഗെയിം ഇങ്ങനത്തെ സിമുലേറ്റർ ഗെയിം എങ്ങനെയാണ്? പക്ഷേ ബസ് സിമുലേറ്റർ ഞാൻ കളിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഇങ്ങനെയല്ലായിരുന്നു. അത് ബസ് എടുത്ത് ഓടിക്കുക. ഓക്കെ, ATM 600 കറോ. ടിക്കറ്റ് മെഷീൻ 600, 1200. ഇനി ബാങ്ക് ചെയർസോ. ഓക്കെ, ടോട്ടൽ 1900 രൂപ. ബാക്കി കേസ് 100 രൂപയേ ഉള്ളൂ. അതിന് 700 രൂപ. മറ്റേത് ഇതെന്താ 2 വാഹനമല്ലോ? വന്നു ബാങ്ക് ചെയർ വന്നു. ATM ഇതെന്താ? ഓപ്പൺ ചെയ്യാനല്ലേ? അപ്പം നമുക്ക് കുറച്ച് കളിയുണ്ട് കേട്ടോ. ഓക്കെ ബോസ്, ഇവിടെ വെക്കാം. ഇതെന്താ ചെയ്യണ്ടേ? ഇവിടെ പ്ലേസ് ഉണ്ടായിരുന്നില്ലേ? ഇതും കൂടി ഒന്ന് എടുത്തേക്കാം. ഓപ്പൺ ചെയ്യണം ആദ്യം, അത് നമുക്കറിയാം. റൈറ്റ് ചെയ്യട്ടെ. റൈറ്റിലോട്ട് എടുക്കണമല്ലോ. ഇതെന്ത് ഇവിടെ കണ്ടത്? ഇപ്പോഴാണ് കറക്റ്റായിട്ടില്ലേ? ഇവിടെ പ്ലേസ്. ഇനി ഒരു ബാങ്ക് ചെയർ മാത്രം മതി. എന്താ ലെവൽ 2ഓ? ഇതെന്താ ചെയ്യണ്ട ഇനി? ബാങ്ക് ചെയർക്ക് ഓപ്പൺ ചെയ്യണം. ഓക്കെ ഇവിടെയൊക്കെ അവിടെ ഉണ്ട്. ഇവിടെയൊക്കെ ഓക്കെ സെറ്റ്. ഇനി എന്താ ചെയ്യേണ്ടത് ഇവിടെ? ബാങ്ക് ഓപ്പൺ ആക്കാം. നമുക്ക് 5 രൂപ നമുക്ക് 20 ആക്കാം. പ്രൈസ് 20. ഓക്കെ, സെറ്റാണ് 20. ഇനി എന്ത് ചെയ്യണം? ഇങ്ങനെ ഓഫ് ആക്കണ്ടേ? വേഗം ഇങ്ങനെയൊക്കെ. പക്ഷേ ഇതെന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ കളയണ്ടേ? ഇവിടെ ഉണ്ട് ഒരു എക്സിറ്റ്.
അപ്പം ഇപ്പം പഠിച്ചു വരുന്നേ ഉള്ളൂ ഗൈസ്, അതുകൊണ്ട് ഒന്നും പറയല്ല കേട്ടോ. ഓക്കെ, ബാങ്ക് കൗണ്ടർ റിസപ്ഷൻ. ദിസ് ടേബിൾ ഈസ് യൂസ്ഡ് ടു ഓപ്പൺ ന്യൂ ബാങ്ക് അക്കൗണ്ട് ഓഫ് ഓതറൈസ്ഡ് കസ്റ്റമേഴ്സ്. ഓക്കെ, ടാപ്പ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ 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 കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ ഓക്കെ, കൺഫേം ID, കൺഫേം. ഇതെന്താ ഇപ്പം ദേഷ്യപ്പെട്ട് പോകണേ? പറ്റുമെങ്കിൽ പിന്നെ എന്തിനാണ് എടുക്കണത്? ഇത് നമുക്ക് കഷ്ടമാണല്ലോ, എനിക്ക് പറ്റൂല. എന്നിട്ട് നമ്മുടെ ഇന്ന് വന്നിട്ട് എടുത്തിട്ട് ദേഷ്യപ്പെട്ട് പോവാ. ഫീസ് അയ്യേ. ഓക്കെ, ഇതെന്താ ചെയ്യണ്ടേ? അതെടുക്കുക. ഇത് ഹാങ് ആയി തോന്നുന്നു. സ്റ്റക്കാവാ ഇതിൻ്റെ കുഴപ്പമാണോ ആർക്കറിയാം. പറ്റുന്നില്ല. നെഹി മുച്ച്കോ സ്കേ. എനിക്ക് അർത്ഥമൊന്നുമില്ല കേട്ടോ, ഇതാണ് ചൊല്ലി കേട്ടോ. ഓക്കെ, സെറ്റാണ് ഇപ്പം, എല്ലാം സെറ്റ്. ഡേവിഡ് സ്മിത്ത്. ഓക്കെ, കൺഫേം ID അല്ലേ ചെയ്യണ്ടേ? ഗോ ടു ATM ഫോർ റീഫിൽ എന്നാവട്ടെ, നോക്കട്ടെ. കൺഫേം ID, കൺഫേം. ഡേവിഡ് സ്മിത്ത്. ഓക്കെ, ഇവനെന്താ എല്ലാവരും നമ്മുടെ ഫീസ് ഹൈ പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകണേ. ഹേയ്, അക്കൗണ്ട് ഓപ്പൺ ഫീസ് ഹൈ. പിന്നെ എന്താ നമ്മുടെ കടയിൽ വന്നിട്ടേ? ഓർക്ക് ഓരുടെ കടയിൽ പോയാൽ മതിയില്ലേ, വേറെ ഏതെങ്കിലും ബാങ്കിൽ പോയാൽ മതിയില്ലേ? നമ്മൾ ആണെങ്കിൽ നമ്മൾ ഇവിടെ ഇനി 4 മൈലുണ്ട് അടുത്ത ബാങ്കിന്. അതുകൊണ്ടായിരിക്കും ഒച്ച ഉണ്ടാവും, കാരണം റോഡ് സൈഡാണ്. ഓക്കെ, ഡിസ്പ്ലേയിങ് ആഡ് 3 സെക്കൻഡ്. ഓക്കെ, ആഡൊക്കെ കഴിഞ്ഞു. സർ കസ്റ്റമർ ഗെറ്റ് ക്യാഷ് XP. ജെയിംസ് മാർട്ടിനസ്. നമ്മുടെ എംലിയാനോ മാർട്ടിനസിൻ്റെ ലുട്ടാറോ മാർട്ടിനസിൻ്റെയോ ലിസാൻഡ്രോ മാർട്ടിനസ് ആവില്ല, ഭാര്യ ആവോ എന്നറിയില്ല, ഡൗട്ട് കാണും. പക്ഷെ ഇത് അമേരിക്ക ആയതുകൊണ്ടില്ലേ ചാൻസ് ഇല്ല. ജെയിം മാർട്ടിനസ്, ഒരു ലാസ്റ്റ് നെയിമില്ല. മാർട്ടിനസ് ആണോ ലാസ്റ്റ് നെയിം പോലും ഇല്ല. ഫീസായി ഫീസ് ഇങ്ങനെ കുറയ്ക്കണോ എന്നാണ് എനിക്കറിയാത്ത. കുറച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഞാൻ ഡീലാണ് അല്ലേ ഇത് റെക്കോർഡ് ചെയ്യണം എൻ്റെ വീടിൻ്റെ, അതുകൊണ്ടിട്ടേ കുറച്ച് സൗണ്ട് ഉണ്ടാവും. എൻ്റെ അനിയൻ TV കണ്ടതാ, സൗണ്ട് ഉണ്ടെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലേ ക്ഷമിക്കുക. ഞാൻ പരമാവധി നോക്കുന്നുണ്ട് ഇല്ലേ ഡിസ്റ്റർബൻസ് കളയാം, പക്ഷേ ഇത് റോഡ് സൈഡും ആണ്, അതാണ്. കുറച്ച് നേരം സംസാരിക്കാതെ ഈ ജോലി നോക്കട്ടെ. ലെവൽ 3 അത് ഓപ്പൺ ആവും. ഓക്കെ, ലോക്കർ റൂം എന്താ? ഓക്കെ, ഇവിടെ ഇല്ല. പൈസ പിന്നെ പറഞ്ഞിട്ടും ഡെപ്പോസിറ്റ് എന്താ? ഓപ്പൺ ന്യൂ അക്കൗണ്ട്സ്. ഇതാണ് സ്കാനർ. ഡിസ്പ്ലേയിങ് ആഡ്. ഓക്കെ, ഡെപ്പോസിറ്റ് കൗണ്ടർ. കംപ്ലീറ്റ് ദ ഒബ്ജക്റ്റീവ് ഫസ്റ്റ്.
ആൻസർ കസ്റ്റമർ അക്കൗണ്ട് ഉണ്ട്. ഓക്കെ കറക്റ്റാണ്. ഓക്കെ അക്കൗണ്ട് ഫീസ് 5. തുറക്കാൻ പറ്റത് ഇത് തുറന്നിട്ട് നമുക്ക് ഇന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഡെപ്പോസിറ്റ് കൗണ്ടർ സ്റ്റാർട്ടാക്കിയിട്ട് നമുക്ക് ഇനി കാണാം. അങ്ങനെ നമ്മൾ ഡെപ്പോസിറ്റ് കൗണ്ടർ തുടങ്ങി. അതിൽ തന്നെ ജോൺസൺ ആണ്, ജെയിംസ് ജോൺസൺ. ഓക്കെ ഡൈന ജോൺസൺ അല്ല, പക്ഷെ അമേരിക്കയിലാണ് ഡൈന ജോൺസൺ. മോനാണോ എന്ന് അറിയില്ല. ഇത് റോക്കില്ല, അത് മിക്കൽ ഡോയ്. പറ്റില്ല കേട്ടോ. പൈസ നമ്മൾ പാപ്പന്മാർ ഏതിലൊന്നും മേടിക്കാനില്ല. സ്റ്റാഫ് നോക്കട്ടെ, സെക്യൂരിറ്റി ഗാർഡ്. ഇപ്പം ഗൈസ് കുറച്ച് ആഡൊക്കെ ഉണ്ടാവും. ഇത് ഞാനത് മാക്സിമം കട്ട് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾ കാണാത്തതാണ്. സ്കാനർ ന്യൂസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ. പിന്നെ ഇത് നിങ്ങൾ കയറ്റുന്ന മൊബൈലിൽ കയറ്റുക, എന്തിലാണ് കയറ്റാൻ തോന്നുന്നു. കമ്പ്യൂട്ടറിൽ കയറ്റാം, പക്ഷെ ഗെയിമിംഗ് കമ്പ്യൂട്ടർ ആവണമെന്നേ ഉള്ളൂ. ഞാൻ മണി സിമുലേറ്ററാണ് സോളോ കളിക്കണത്. അത് കയറ്റാൻ നോക്കിയപ്പോൾ അല്ലേ ബാങ്ക് സിമുലേറ്ററാണ് കാണിച്ചത്. അപ്പോൾ നെറ്റ്വർക്ക് വേണട്ടോ. ഞാൻ ഓഫ്ലൈനിലൊന്നുമല്ല, ഇത് നോക്കിക്കോട്ടെ. കമ്പ്യൂട്ടറിലില്ലേ വൈഫൈ ഇല്ലേ, അത് നെറ്റാണ്. പിന്നെ ഞാനിത് വൈഫൈ എടുത്തിട്ട് കളിക്കണതാണ്. ഇതെവിടെ? ഇവിടെ ഉണ്ട്, ആ മോളിലാ. ഞാനിതില്ലേ വൈഫൈ എടുത്തിട്ടാണ് കളിക്കണത്, എൻ്റെ അമ്മേൻ്റെ ഫോണിൻ്റെ. അതാണ് നിങ്ങൾക്കില്ലേ, അതുകൊണ്ടാണ് ഇല്ലേ മനസ്സിലായത്. നെറ്റ്വർക്കൊക്കെ വേണം. ഞാൻ ആദ്യം എടുത്തപ്പോൾ അല്ലേ നെറ്റ്വർക്ക് ഇല്ല പറഞ്ഞപ്പോൾ അല്ലേ, ഓക്കെ നെറ്റ്വർക്ക് എടുത്തിട്ടായിരുന്നു എടുത്ത്. എന്നിട്ട് ഹൈ ക്വാളിറ്റി ആക്കി. പിന്നീട് പ്ലേയേഴ്സ് ഗസ്റ്റ് ബ്രദേഴ്സ് ബാങ്ക് ആയിരുന്നു. ആദ്യം ബ്രദേഴ്സ് വെയിറ്റ് ചെയ്യാനെന്ന് ഞാൻ വിചാരിച്ചു. പിന്നീട് ബ്രദേഴ്സ് ബാങ്ക് ആക്കി വിചാരിച്ചു. പിന്നെ ബ്രദേഴ്സേ പറ്റുള്ളൂ, അതുകൊണ്ട് നിർത്തി. ഇത് കണ്ടോ ആഡ് കളയുണ്ടാവേ. ഇപ്പോൾ ഒരു ആഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗൈസ്. അതാണ് മിക്കൽ ആൻഡേഴ്സൺ. ഓക്കെ. പിന്നെ ഞാനിത് നല്ല രസമുണ്ട്, പക്ഷെ തോന്നുന്നുണ്ട് എനിക്ക്. എൻഡിങ് വരെ എല്ലാവരും കണ്ടോട്ടത്, എൻഡ് വരെ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. കഴിഞ്ഞ വീഡിയോക്ക് ഇല്ലേ കുറച്ച് വ്യൂസേ കിട്ടിയുള്ളൂ എന്നല്ല, മാത്രമല്ല ഞങ്ങൾക്കില്ലേ വീഡിയോസ് ഇടാനുള്ളവരില്ലേ സന്തോഷം അല്ല, കോൺഫിഡൻസ് അതിൽ നിന്ന് കിട്ടിയിട്ടില്ല. അത് നിങ്ങൾക്കൊന്ന് 10 or 5 സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ ലൈക്ക് ചെയ്യുക എന്ന് കണ്ടിട്ട്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊന്ന് ലൈക്ക് ചെയ്ത കുറച്ച് പേരെ ലൈക്ക് ചെയ്തുള്ളൂ. അതുകൊണ്ട് അധികം പേരൊന്നും കണ്ടില്ല, കുറച്ച് പേര്. അതിലില്ലേ 1 or 2 ലൈക്കേ ഉള്ളൂ. ഈ കറുപ്പ് അതാണ് ഗൈസ്, ഈ കറുപ്പുണ്ടല്ലോ ആഡിൻ്റെ ആയിരുന്നു. പിന്നെ നിങ്ങളൊന്ന് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് തന്നു ലൈക്ക് ചെയ്യാമെന്ന് പറയേ. എനിക്കറിയാം കുറേ പേര് കണ്ട്, പക്ഷെ നിങ്ങൾ ന്യൂ മാസ്റ്ററിനെ GT ജെറി GB ഒക്കെ കാണുമ്പോൾ അല്ലേ അവർക്ക് ലൈക്കൊക്കെ ഉണ്ട്. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യൂ. ഞാനും അവർ ലൈക്ക് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബറാണ് ഞാൻ അവരുടെ. പക്ഷെ ഇന്നലെ ലൈവ് ഉണ്ടായിരുന്നു, അതിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒന്നും മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്പീഡിലല്ലേ 800 ഉണ്ടായിരുന്നു. അതാണെന്ന് എനിക്കറിയില്ല, എന്താണ് തോന്നുന്നു. ന്യൂബിയില്ലേ വായിക്കാൻ പറ്റാത്തതാണെന്ന് തോന്നുന്നു. ഓക്കെ ഇവിടെ ഹയർ ചെയ്യണം കേട്ടോ ആളെ ഡെപ്പോസിറ്റ് കൗണ്ടറിൽ, അല്ലെങ്കിൽ ഈ കാഷ്യർ അക്കൗണ്ടിൽ. ഐഡൻറ്റി കാർഡ്
ഓക്കെ ആണ്. ഓക്കെ 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 എന്തായാലും നിങ്ങൾ കാണണം കേട്ടോ അത് അവസാനം വരെ. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ ഗൈസ്. ആഡ് കാണുന്ന 8 പണിയാണ് കണ്ടോ. പോലീസ് പോകുന്നുണ്ട്. ആഡ് കാണണം ഇതില്ല, ലീവായി പോയതാ. പക്ഷെ നിങ്ങൾക്ക് ആഡ് കാണിക്കാൻ പറ്റില്ലല്ലോ. ആഡ് കാണിക്കാതെ തന്നെ ആഡ് ഉണ്ട്. പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ ആഡൊന്നും കാണിക്കാത്തത്. പിന്നെ നിങ്ങൾക്ക് ബോറടിക്കും വിചാരിച്ചിട്ടാണ്. അമ്മാതിരി ഉണ്ട്, അതാണ് ഞാൻ ആഡ് കട്ട് ചെയ്യണത്. കളിക്കാൻ പറ്റുന്നതൊക്കെ ആഡ് ഉണ്ട്, അതൊക്കെ ഞാൻ കളിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളിത് കളിക്കുന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റുമെന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾ കയറ്റണമെങ്കിൽ ഫോണിൽ കയറ്റാൻ പറ്റുമെന്ന് തോന്നുന്നു. അതായത് ടാബിലാണ് കയറ്റിയത്, അതാണ് എനിക്കറിയില്ല. ഇതെന്താ ഇവിടെയും പറ്റില്ലേ? പെയിൻറ് ചെയ്യട്ടെ. ഇവിടെ കുറേ പെയിൻറ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് പെയിൻറ് ചെയ്യാൻ പറ്റുക. പെയിൻറ് ചെയ്യത്ര ഹയർ ചെയ്യണം ആളെ. ഒലിവിയ ഡേവിസേ നീ അറിഞ്ഞോ? ഇനി ആളെ ഹയർ ചെയ്തിട്ട് നമുക്ക് കാണാം. ഇത് വഴിയട്ടെ, എന്നിട്ട് ഹയർ ചെയ്തിട്ട് നമുക്ക് കാണാം. 450. എൻ്റെ മോനെ റിച്ചിൻ്റെ മോനെ 450 തന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ. ഓക്കെ, ആരെ ഹയർ ചെയ്യണം? സർവീസ് ഓഫീസർ ഹയർ ചെയ്യാം. സർവീസ് ബാങ്ക് ഡെപ്പോസിറ്റ് കൗണ്ടർ ഇതാണ്. 1000 ഹയർ ചെയ്യാതെ തോന്നുന്നു, കാരണം അധികം പൈസ ഇല്ല. 50, 75, 100. ആദ്യം തന്നെ ഒരു 6 11 ദിവസമേ പറ്റൂ, അല്ല 12 ദിവസം. ഓക്കെ, ഇത് കണ്ടോ ഗൈസ് ആഡ്? ഈ കറുപ്പ് കളർ കണ്ടോ ഗൈസ്, അതാണ് ആഡ്. ഓക്കെ, ആള് 11 ദിവസം ഉണ്ട്, 11 ഹവർ 41 മിനിറ്റ്. അവിടെ എന്തോ കുഴപ്പമുണ്ട്, അത് തന്നെ ചെയ്യട്ടെ. കൺഫേം ചെയ്യാം. ഓക്കെ, സെറ്റ്. ചെയ്യണ്ട്. ഓക്കെ, റോബർട്ട് ആൻഡേഴ്സൺ അക്കൗണ്ട് തുടങ്ങാം. ഓക്കെ, കൺഫേം. ഇവിടെ തെറ്റിന് വേണ്ടി കിട്ടിയോ? തോറ്റു. ഗൈസ് ഇവിടെ റിപ്പയർ വെക്കണം. അതിന് പൈസ ഇവിടെ അതിനൊക്കെ എന്തോ ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. ഓക്കെ, ഫോട്ടോ ഇത് ചെയ്യാം, കാരണം നേരത്തെ ഒരു ഫേക്ക് ID ഉണ്ടായിരുന്നു, അത് കട്ടായി പോയി, അതാണ്. ഓക്കെ, റോബർട്ട്. ഓക്കെ, കൺഫേം. ഡിസ്പ്ലേയിങ് ആഡ് കണ്ടോ? ഇതാണ് ആഡ് ഗൈസ്. പിന്നെ അത് തന്നെയല്ലേ, കട്ട് ചെയ്യണില്ല. നിങ്ങൾക്ക് ആഡ് കാണാൻ പറ്റില്ലല്ലോ, അതോ ആ ആഡ് ഭാഗം കട്ട് ചെയ്യും. അതാ ചെയ്യണേ. അല്ല, കട്ടിയല്ല, സോറി. ആ സമയത്ത് ഓഫാക്കുന്നതിന് ഈ റെക്കോർഡിങ് നമ്മുടെ ആഡ് കഴിഞ്ഞിട്ട് തുടങ്ങും, അതാണ്. ഓക്കെ. വിത്ഡ്രോ കൗണ്ടർ. അൺലോക്ക് വിത്ഡ്രോ കൗണ്ടർ. ഇനി നമുക്ക് വിത്ഡ്രോ കൗണ്ടർ തുടങ്ങിയിട്ടില്ലേ, നമുക്ക് കാണാം കേട്ടോ ഗൈസ്. അപ്പം
അങ്ങനെ ഗൈസ് നമ്മൾ വിഡ്രോവൽ കൗണ്ടർ തുറന്നിട്ടുണ്ട്. ഇനി വിഡ്രോവൽ കൗണ്ടർ ചെയ്യാം. ഫോളോ ദ ഇൻസ്ട്രക്ഷൻ. ഗോ ടു ലോക്കർ റൂം ആൻഡ് പിക്കപ്പ് മണി. Pick up money and pick money from safe. എടുക്കാം. ട്യൂട്ടോറിയൽ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കാണാം കേട്ടോ. അപ്പം എല്ലാം സെറ്റായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മളെ ടാർഗറ്റില്ലേ ഈ ട്യൂട്ടോറിയൽ കംപ്ലീറ്റ് ചെയ്യട്ടെ ആദ്യം. ഇത് കഴിഞ്ഞിട്ടില്ലേ കാണാം. ഇങ്ങനെ സെക്കൻഡ് പാർട്ട് വരും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ആദ്യം ഇന്നും കൂടി കഴിഞ്ഞ് ഞാൻ നിർത്താണ് ഇന്നത്തെ വീഡിയോ എനിക്ക് തോന്നുന്നു. കാരണം ഇനി ലോങ് ആക്കേണ്ട വിചാരിച്ചിട്ടാണ്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടില്ല, 30 മിനിറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്യാം. അത് ഞാൻ നിർത്താം. അടുത്ത പാട്ട് ഞാൻ ഇതിൽ റെക്കോർഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവും. അതും കാണണേ. ഇന്നലെ നാളെ ഇതിൻ്റെ 2ാം പാട്ട് വരും. അപ്പോൾ തയ്യാറായിരുന്നോ? സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അടുത്ത പാട്ടിലൊക്കെ നമ്മൾ ഹയർ ചെയ്തിട്ടൊക്കെ വെച്ചിട്ട് ഇത് ലോങ് ആവും വിചാരിച്ചിട്ടാ. പിന്നെ നമ്മളില്ല അടുത്ത പാട്ടിലൊക്കെ കുറേ പേര് ഹയർ ചെയ്തിട്ടുണ്ടാവും, റിച്ച് ആവും. അതങ്ങനെയാണ്. കാരണം ഇതെല്ലാം ഒരുമിച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതാണ് കുറേ ദൂരം ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ പറയണേ. എല്ലാം റെക്കോർഡ് ചെയ്തിട്ടില്ലേ ലാസ്റ്റ് ക്ഷമ. ഇത് കുറേ മിനിറ്റ് ഉണ്ട്. അതാണ് ഞാൻ കുറച്ചായിട്ടില്ലേ നിങ്ങൾക്ക് പകുതിയായിട്ട്. ഇനിയും ഒരില്ലേ 30 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പോവുകയാണെങ്കിൽ ഇനിയും 30 മിനിറ്റ് നിങ്ങൾ കാണേണ്ടി വരും നാളെ. അതാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ എല്ലാവരും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണമെങ്കിൽ അയച്ചു കൊടുക്കട്ടോ നിങ്ങൾ. ഓരും കാണട്ടെ. പിന്നെ വ്യൂസ് കുറച്ചുള്ളതുകൊണ്ടാണ് ഞാൻ പറയണേ. അമോങ് അസിൻ്റെ അടുത്ത പാട്ട് ചിലപ്പം നാളെ അല്ല മറ്റന്നാൾ എന്തെങ്കിലും വരും. ഇത് നോക്കട്ടെ. ഒരു ഭാഗം ഫുള്ളും കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ഭാഗം നാളെ ഇടുണ്ടാവും കേട്ടോ. ഇത് ഫുള്ളായി പാട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളില്ലേ ഇതെല്ലാം കഴിഞ്ഞ് നല്ല റിച്ചായിട്ടില്ലേ ആ മാനേജർ റൂമൊക്കെ ഇല്ലേ, മാനേജർ റൂം പിന്നെ ആ പുതിയ ലോക്കറൊക്കെ തുറന്നു കഴിഞ്ഞിട്ടില്ലേ നമ്മൾ ആഡിൻ്റെ കടപ്പ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഗെയിമിൻ്റെ പേരും പിന്നെ നിങ്ങൾക്ക് ഇല്ലേ കയറ്റാൻ പറ്റുന്ന പിന്നെ പ്ലേ സ്റ്റോറാട്ടോ ഞങ്ങൾ കയറ്റിയിട്ടുള്ളത്. നിങ്ങൾ പ്ലേ സ്റ്റേഷനിലെ കാര്യങ്ങളൊന്നും പറയില്ല കേട്ടോ. അത് നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ക്ലീനർ ഹയർ ചെയ്യണം. എനിക്ക് വയ്യ, എനിക്ക് ജോലി ചെയ്യാൻ വയ്യേ. എല്ലാ ജോലിയും ചെയ്താണ് എനിക്ക് വയ്യാതെ ആയി. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഈ പാട്ടിൽ തന്നെ എല്ലാവരും ഹയർ ചെയ്യേണ്ടി വരുമെന്ന്. ഹയർ ചെയ്ത് പോകുന്നു. ഞാൻ റിച്ച് ആയിക്കൊണ്ടിരിക്കുക ഗൈസ്. എന്ത് അത് ഓക്കെ കറക്റ്റ് ആണോന്നും അറിയില്ല. 139 തന്നെ ഉണ്ട്. ഇനി നമ്മുടെ മുഖം ഫസ്റ്റും ലാസ്റ്റ് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാം, എനിക്കറിയാം. നിങ്ങൾക്കറിയാം എനിക്കറിയാം എന്നല്ല. ഫസ്റ്റ് ഭാഗം കണ്ടിട്ട് ഇതിൽ കാണില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് എനിക്ക് ചെയ്യണം ആഗ്രഹമുണ്ട്. ഫോട്ടോ പിന്നെ മുഖം ഈ ഗെയിമിൽ അതെങ്ങനെ ചെയ്യണം എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാനില്ലേ ഇങ്ങനെ ചെയ്യണേ.
കുറേ യൂട്യൂബേഴ്സ് ചെയ്യുന്നുണ്ട്. അതാണ് ആ യൂട്യൂബേഴ്സിനൊക്കെ കണ്ടിട്ട് പിന്നെ എൻ്റെ ഏട്ടനുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ. എൻ്റെ ഏട്ടൻ പറഞ്ഞാൽ എൻ്റെ സ്വന്തമല്ല, കസിൻസായിട്ട് എൻ്റെ ഏട്ടന്മാരുടെ അവർക്കുണ്ട് യൂട്യൂബ് ചാനൽ. പിന്നെ അത് നിർത്തി. അത് കഴിഞ്ഞിട്ട് ഇപ്പം അല്ലേ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ബ്രദേഴ്സ് വൈറ്റി. നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് @brothers YT 999 49 അടിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യണ്ട. സബ്സ്ക്രിപ്ഷനിൽ പോയിട്ട് നോക്കിയാൽ മതി. എങ്ങനെ നിങ്ങൾക്കറിയാമെന്ന്. പക്ഷെ പിന്നെ എൻ്റെ കസിൻ ബ്രദർ, എൻ്റെ അനിയൻ ഒന്നുണ്ടൊരു യൂട്യൂബ് ചാനൽ മൃദുലാണ്. എൻ്റെ അനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേര് മാറ്റണം. മാറ്റിയിട്ടുണ്ടാവുമെങ്കിൽ ഞാൻ പറയാം. അത് അഡോബ് എക്സ്പ്രസ്സിൻ്റെ ഒരു പരസ്യം വന്ന് പിന്നെ അത് കട്ട് ചെയ്യാൻ വിചാരിച്ചു. കാണല്ലേ, ഈ പാട്ട് നിർത്താൻ പോവാണ്. കാണല്ലേ, ഞാൻ ഫുള്ളും എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. 51 മിനിറ്റാണ് ടോട്ടല്. കാരണം ഞാൻ എടുത്തിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പകുതിയിലല്ല ഞാൻ എടുത്തത്, എല്ലാം കൂടി ഒരുമിച്ചെടുത്തു. ആ പറഞ്ഞ അതല്ല കേട്ടോ. നിങ്ങൾ മുകളിൽ ഇത് കണ്ടോ, ഇത് ടൈം മാസ്റ്റർ, അതാണ് ഞാൻ പറയണേ. എനിക്ക് അതുകൊണ്ടാണല്ലേ പറയാൻ പറ്റണേ ഇത് 51 മിനിറ്റ് ഉണ്ടെന്ന്. അതാ. പിന്നെ കുറേ പേര് കേട്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. കുറച്ച് പേരോ കേട്ടിട്ടുണ്ട്, അതുറപ്പാണ്. എനിക്ക് തോന്നുന്നു ഈ ഇതിൽ തന്നെ എല്ലാവരും ഹയർ ചെയ്യും. അടുത്ത എപ്പിസോഡിൽ എത്ര മിനിറ്റ് ഉണ്ട് നോക്കട്ടെ. ചിലപ്പോൾ ഇത് ഫുൾ പാട്ട് ഞാൻ എടുത്തിട്ടുണ്ടാവും. അതാണ് എനിക്കറിയില്ല. കാരണം ഞാൻ എടുത്തത് നിങ്ങൾക്കറിയാം. പക്ഷെ വിഡ്രോവൽ കൗണ്ടർ റോബർട്ട് ആൻഡേഴ്സൺ ഇവനില്ല ബ്രോ നേരെ വിഡ്രോവൽ കണ്ടു. അഡോബ് എക്സ്പ്രസ്സിൻ്റെ 2 എണ്ണം വന്നിട്ടുണ്ട്. പിന്നെ ഞാനില്ലേ കാണിച്ചു തരുന്ന എന്താ വെച്ചാണ്ടല്ലോ, ഇത് മൊബൈൽ ഹോട്ട്സ്പോട്ട് അല്ലെങ്കിൽ ഇല്ലേ നെറ്റ്വർക്ക് വേണം കേട്ടോ. അത് വേണം, കേട്ടാണെങ്കിൽ നെറ്റ്വർക്ക് വേണം. അതുകൊണ്ടാണ് ഈ പരസ്യം വീണത്. നെറ്റ് ഓഫ് ആക്കിയാൽ ഇവിടെ ഈ നോ സിഗ്നൽ. ഈ സ്കാനർ പോകുമ്പോൾ നോ സിഗ്നലാണ്. ഇതാണ് സ്കാനർ, നിങ്ങൾ ഓർത്ത് വെച്ചോട്ടോ. ചിലത് കേട്ടിട്ടില്ലേ പിന്നെ മനസ്സിലാവില്ല. അതാണ് ഞാനും കുറേ തപ്പിയ അതാണ് സ്കാനർ. ഇതുകൂടെ കണ്ടോ, ഈ ഒരു ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ലോഗിൻ ടു സേവ്. പിന്നെ നിങ്ങൾക്കറിയാവും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ യൂട്യൂബേഴ്സ് ആണെങ്കിലല്ലേ പാർട്ട് 2 പറഞ്ഞിട്ടില്ലേ ഒരു റെഡ് കളർ ലവ് ആർട്ട് ഇടാം. നിങ്ങൾ യൂട്യൂബർ അല്ലെങ്കിൽ സാധാ പാർട്ട് 2 മാത്രം ഇടാം. നിങ്ങൾക്കറിയാമല്ലോ എത്ര പേര് യൂട്യൂബേഴ്സ് ആണെന്ന്. അതാണ് ഓക്കെ. പൈസ മണി എവിടെ നോക്കിയാലും മണി ഇല്ല. അതാണ് പൈസ. ഞാനില്ലേ പിന്നെ വ്ളോഗ്സായിട്ടുള്ള ഒരു വീഡിയോസ് ഇടണമെങ്കിലല്ലേ ഞാൻ ഇടും. പക്ഷെ അത് 1K അടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കണേ. കാണല്ലേ, അല്ലാത്ത ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യൂസ് ഉണ്ടാവില്ല. അതാണ് 1K ആയിട്ട് ഇടാൻ വിചാരിച്ചിരിക്കണേ. എനിക്ക് വ്ളോഗ് അത് പറഞ്ഞാൽ ഫണ്ടാ അതുപോലത്തെ വ്ളോഗ്സ് അല്ല, ചാലഞ്ചേഴ്സ് ഉള്ള വ്ളോഗ്സാണ് ഞാൻ ഇടാൻ വിചാരിച്ചിരിക്കണേ. അതുമില്ലേ ഇടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ 1K അടിക്കട്ടെ വിചാരിക്കുന്നുണ്ട്. കാരണം അധികം വ്യൂസ് ഉണ്ടാവില്ല എനിക്ക്. അതാണ് ഞാനില്ലേ സംസാരിക്കണമൊന്നും അധികം വ്യൂ കയറുന്നില്ല. അതാണ് ഞാനില്ലേ പിന്നെ യൂട്യൂബിലെ വീഡിയോ ഒന്നും വ്യൂ കയറുന്നില്ല. ഷോർട്സ് ആയിരുന്നു എനിക്ക് കൂടുതൽ വ്യൂ കയറണേ. നിങ്ങൾ എൻ്റെ ഷോർട്സ് കണ്ട് അതിൽ ലൈക്കൊന്ന് ചെയ്യണേ.
പിന്നെ എൻ്റെ എല്ലാ വീഡിയോ ഒന്ന് കണ്ടോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയണം. ഇത് നമുക്ക് എന്നാ ഇതിലോ 3000 ആവട്ടെ നല്ലോ. എന്നാൽ അതുവരെ നമുക്ക് കാണാം കേട്ടോ. അത് തുറന്നിട്ട് ഈ പെണ്ണ് പോയിട്ട് അത് തുറന്നിട്ട് നാളെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കസ്റ്റമറുടെ പേരെന്താണ്? മിക്കൽ ജോൺസൺ. ഓക്കെ, പിക്കപ്പ് ദ ജ്വല്ലറീസ് ഫ്രം ദ ടേബിൾ, ടാപ്പ് ഓൺ ഇറ്റ്. ഇത് കുറച്ച് മിനിറ്റ് ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ ഒരു ആളെ വെക്കണം കേട്ടോ. കാരണം ഞാനിങ്ങോട്ട് പോയി വരുമ്പോണ്ടല്ലോ സമയം പിടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ വെക്കണോ? വേണ്ട, ഇവിടെ വെക്കാം. ആദ്യത്തെ ആളിവിടെ. നമുക്ക് കേട്ടോ, ഇപ്പം അവിടെ ഏതെങ്കിലും കസ്റ്റമർ വന്നിട്ടുണ്ടാവും. യെസ്, ഞാൻ വരുന്നു. OP ഓഫീസർ റോബർട്ട് സ്മിത്ത്. സ്മിത്ത് വെറുതെ കളിച്ചതാണ് ഗൈസ്, വായിക്കാത്തതല്ല. റിജക്റ്റായി പോയി. ഞാൻ ചോദിച്ചു അത് എവിടെയെന്ന്. റിജക്റ്റായി പോയത്. അതിന് ഞാൻ തന്നെ വെച്ചു. പിന്നെ കാണാതെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. റിജക്റ്റായി പോയി. ഇവിടെ ഹൈവ് ചെയ്യണം കണ്ടു. ഇവൻ 8 5 എല്ലാവരും 8 ആയിരുന്നു നന്നായിനെ. എല്ലാവരും ഒരേ ടൈമാണ് തന്നെ, പക്ഷെ 8 ദിവസം എല്ലാവരും ഉണ്ടായ നന്നായിനെ. ഒരു ടൈമിൽ പോകുന്നില്ല, 8ൻ്റെ പണിയാണ് ഗൈസ് നമുക്ക് കിട്ടാൻ പോവാ. പുതിയ ആളെ വെക്കാം. OP ഓഫീസറിനെ വെക്കണം. വെക്കാൻ നോക്കുന്നുണ്ടാവും. 2 വെക്കണം നമുക്ക് അവിടെ പോയിട്ട്. പിന്നെ നമുക്ക് ഓടണം. സ്റ്റാഫ്, ടെക്നീഷ്യൻ, ഓപ്പറേഷൻ ഓഫീസേഴ്സ് മതി. അത് മതി. എക്സ്പെരിമെൻറ്റിന് നടക്കണം 10 ദിവസം ഇന്നോട്ടെ. 70 അടുത്ത സമയം നമ്മൾ നല്ല റിച്ച് ആവും. പോകുമ്പോഴേക്കും ഇവിടെ കസ്റ്റമർ വരും. അപ്പോഴേക്കും ഒന്ന് നോക്കട്ടെ. വന്നിട്ടില്ല. ഇന്ന് മയവിയോ? ആള് നമുക്ക് കുറച്ച് നടക്കാം. ന്യൂ മാസത്തിലാണ് കള്ളനൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കുറച്ച് ടൈമാണ് ഉണ്ടാവുള്ളൂ. ഇതിലുണ്ടായാൽ മതിയായിരുന്നു. കള്ളനടിച്ച് അറിയില്ല ഉണ്ടാവുമെന്ന് കള്ളൻ. കാരണം ബാങ്കല്ലേ എല്ലാവർക്കും കള്ളന്മാർ കൂടുതൽ മോഷ്ടിക്കുക. അതാണ് ഞാൻ പറയണേ. കള്ളനുണ്ട്, നമ്മൾ രക്ഷപ്പെട്ടു പറഞ്ഞിട്ട് അതല്ല, ഇടിക്കാലോ. എന്ത് ഇടിച്ച് ഓടിപ്പിക്കണമല്ലോ. കള്ളനെ ഓടിപ്പിക്കണം. വടിയ ന്യൂമാസയുടെ തോക്കൊണ്ടായിരുന്നു കള്ളന്. തിയേറ്റർ ആയിരുന്നു. പക്ഷെ ഈ ബാങ്കാണ് കള്ളന്മാർ കൂടുതൽ. ഇവനത് എവിടെ കൊണ്ടുവച്ചു? ഇത് ബാങ്കാണ്. നമ്മൾക്കറിയാലോ ബാങ്ക് കള്ളന്മാർ കൂടുതൽ ആശ്രയിക്കുന്ന ബാങ്കിലല്ലേ. ഇത് അങ്ങോട്ട് കൊണ്ടുവച്ചു ബാങ്കിൽ. എനിക്ക് ഏറ്റവും പാടുള്ള ഈ പരസ്യമാണ് കേട്ടോ. ഓന് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെടുത്ത് എല്ലാം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്.
നമുക്ക് ബോറടിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, കണ്ടോ തീഫ് ഇതാണെന്നല്ലേ. കണ്ടോ തീഫ് വന്നിട്ടുണ്ട് ഗൈസ് കടയിൽ. അടിച്ചു ഓടാ. ഇവനെന്താ ചെയ്തിരിക്കണേ? പിക് 11 ടൂൾ ടു പെയിൻറ്. എനിക്കറിയില്ല ഗൈസ് എന്താണെന്ന്. മോദിക്കടിച്ചല്ലോ. പോലീസ് ഓഫീസർ ഹായ്. ഇവനെ വേഗം ഓഫീസിലോട്ട് കൊണ്ടുപോകും. കൈ അടിച്ചതൊന്നും വയ്യ. വേഗം ഹോസ്പിറ്റലിലോട്ട് ഹോസ്പിറ്റലേ ജയിലിലോട്ട് കൊണ്ടുപോകും. ഞങ്ങൾക്ക് തുക വേണം, തുക. ഇവൻ മോഷ്ടിച്ചിട്ടുണ്ട് ഗൈസ്. കള്ളത്ര മോഷ്ടിച്ചിട്ടുണ്ടേ. ഹേയ് മോഷ്ടിച്ചേ, എൻ്റെ വില കൂടിയ സാധനം മോഷ്ടിച്ചത്. ഈ ഗ്ലാസ്സിലെ എങ്ങനെയാണല്ലേ എവിടെയാണ് വെക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അവൻ മോഷ്ടിച്ചു ഗൈസ്. കള്ളത്തര കേട്ടോ. പൈസെങ്കിലും കിട്ടണ്ടേ ഗൈസ്. മോഷ്ടിച്ചു സാറേ. ഇങ്ങനെ 1.5 പൗണ്ട് ആൾക്കാർ വെച്ചാൽ 1.5 പൗണ്ട് ചൊല്ലര് മാല മോഷ്ടിച്ചിട്ടാണ് മാല മോഷ്ടിക്കാൻ നോക്കി. അടിച്ചില്ലെങ്കിൽ ഓൻ്റെ കന്നമ്പുളൊക്കെ ഞാൻ അടിച്ചേനെ. നിങ്ങൾ അടിച്ചില്ലെങ്കിൽ കന്നമ്പുളത്ത് അങ്ങോട്ട് വന്ന് അടിക്കും. എന്താണ് ഗൈസ്? റിയൽ പൊസിഷനല്ലേ കേട്ടോ പറയണേ. ഇതിലാണ് വെറുതെ പറഞ്ഞതാ. ഇവിടെ തന്നെ കേട്ടോ. അത് സീരിയസ് ആയല്ലേ ആഡ്. വെറുതെ പറഞ്ഞാൽ പൈസ കിട്ടാൻ നോക്കിയതാ. അവനെ ഗൈസ് പോലീസ് അടിക്കോ ഇല്ലെന്ന് പറഞ്ഞാൽ അടിക്കണം എന്ന് പറയുന്നവർ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇയാൾ കള്ളന്മാരല്ലേ ഈ തീഫ്. ഇതിലത്തെ തീഫിനെ അടിക്കണമെങ്കിൽ നിങ്ങളില്ലേ സെക്യൂരിറ്റി ഗാർഡിന് വെക്കാം. അടിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ലൈക്കും കമൻറ്റ് യെസ്, വേണ്ടെങ്കിൽ നോ, അടിക്കണ്ടെങ്കിൽ നോ. നേരത്തെ വീഡിയോയിൽ പറയാം. നിങ്ങൾ കൂടുതൽ പേരില്ലേ ലൈക്കും ചെയ്തോട്ടോ. ഇനി ഏത് ഗെയിം കളിക്കണം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിന് സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ പാർട്ട് 2 ഇടുക. പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഏത് ഗെയിം കളിക്കണം അടുത്തത് വേണമെങ്കിൽ ഞാൻ ഒരു ഫോട്ടോ ആയിട്ട് കാണിച്ചു തരാം. നിങ്ങളല്ലേ പറയും ഏത് ഗെയിം കളിക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പം ബൈ. ഇത് 3D അല്ല, സാധാ അമോങ് അസ്. ഇത് 3D ആണ് പറഞ്ഞത്. ഞാൻ